ഹായ് സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരാണ്. പെട്ടെന്ന് കിട്ടിയില്ല. ഇന്നലെ ഞങ്ങള് പാലക്കാട് എത്തിയിട്ടോ. അപ്പൊ ഞാനും ഏട്ടനും കുട്ടിയും കൂടെ വന്നതാണ്. വീട്ടിലെല്ലാരും ഉണ്ട്. ഏട്ടൻ അനിയനും ഭാവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഇമ്മക്കുട്ടി അവിടെ തന്നെയാണ്. ഞങ്ങള് രണ്ടുപേരും കൂടിയിട്ടാട്ടോ കോയമ്പത്തൂർ പോണേ. ഞാൻ കുറച്ചധികം നാളായി കോയമ്പത്തൂർ വന്നു. ഷോപ്പ് ചെയ്യണം. സാരികളൊക്കെ നല്ലത് കിട്ടി, പട്ട് സാരികള്. അപ്പൊ ഇനി കുറച്ച് ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ വിചാരിച്ചു അതിനൊക്കെ പട്ട് സാരി എടുത്ത് നോക്കാം. എത്രയും നാളെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത്, ഇപ്പൊ ഷരുവിന്റെ കല്യാണത്തിനാണെങ്കിൽ നമ്മൾ ധാവണിയൊക്കെ ഇല്ലേ, അപ്പൊ ഇനി സാരി ആവാം എന്ന് വിചാരിച്ചു. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ സാരി ഷോപ്പിംഗ് ആണ് കേട്ടോ ഉദ്ദേശിക്കണേ. ഇങ്ങനെ ഞാനിങ്ങനെ ലക്ഷ്മി നായർ ബ്ലോഗ്സ് ഉണ്ടല്ലോ, അപ്പൊ മാഡത്തിന്റെ ബ്ലോഗ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ഷോപ്പ് ചെയ്യുന്ന കണ്ടു. പക്ഷെ അത് കോയമ്പത്തൂരിൽ കുറച്ചും കൂടെ പോകണം. നമുക്കിന്ന് രാവിലെ പോയി വൈകിട്ട് വരേണ്ട കാരണം ഇത്തവണ എന്തായാലും നമ്മൾ അങ്ങനെ ഗ്രാമങ്ങളിലല്ല പോണത്. പകരം ഇത് വലിയ ഷോപ്പുകൾ ഉണ്ടാവില്ലേ ടൗണിൽ തന്നെ ഉള്ളത്, അവിടെ തന്നെ പോവാന്ന് വിചാരിച്ചിട്ടാണ്. സാരി സെക്ഷനിൽ പോയിട്ട് എങ്ങനെയാവും, എനിക്ക് ഇവരുടെ കസ്റ്റമർ സർവീസ് കാര്യങ്ങൾ എങ്ങനെയാവും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ആദ്യമായിട്ട് പോണ കാരണം ഈ കോയമ്പത്തൂരായിട്ട് ആകെയുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, ഞാൻ പണ്ട് തിരുപ്പൂര് താമസിച്ചിട്ടുണ്ട്. അത് മാത്രമായിരിക്കും ആകെയുള്ള ഒരു ബന്ധം. ഏട്ടൻ പോയിട്ടില്ലേ? അപ്പൊ എന്നെ കൊണ്ടുപോകണം. ഞാൻ വിചാരിച്ചു എനിക്കും സാരി എടുക്കാം, വീട്ടിലെല്ലാവർക്കും സാരി എടുക്കാം. പിന്നെ ഇവര് ആണുങ്ങൾക്ക് എല്ലാവർക്കും മൈസൂർ പാക്കും മറ്റേ സ്വീറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് സ്വീറ്റ്സും ഞങ്ങൾക്ക് സാരി. എങ്ങനെയുണ്ട്? നന്നായിട്ട് സ്വീറ്റ്സ് തൊടുക്കെ ചെയ്യും. സാരി തൊട്ടോളൂ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് പോവാം. ആദ്യം ഫുഡ് കഴിക്കണം. നമുക്ക് എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട്, ഞാൻ സാധാരണ രാവിലെ 7 മണിയാകുമ്പോൾ കഴിക്കണമെന്നല്ല. ഇപ്പൊ നമ്മൾ ഇറങ്ങിയത് തന്നെ 7 മണിക്കാണ്. ഞാൻ ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ നല്ലോണം ആക്കി വെച്ചിരിക്കുകയാണ്. ഈ മിനി ടിഫിൻ കഴിക്കണമെന്നുണ്ട്. എത്ര കാലായിന്നറിയോ ഒന്ന് കോയമ്പത്തൂർ പോകണമെന്ന് വിചാരിക്കണു. കല്യാണം കഴിഞ്ഞപ്പോൾ 12 വർഷമായി. ഇപ്പോഴാണ് എന്നിട്ട് ഒന്ന് സാഹചര്യം ഒത്തു വന്നത്. അതല്ല കേട്ടോ, സാഹചര്യത്തിൻ്റെ അല്ല, ഇപ്പോഴാണ് നമ്മൾ ഉറപ്പിച്ചത് എന്തായാലും പോവാന്നുള്ളത്. ഇത്ര നാളായിട്ട് കാത്തിരുന്നിട്ട് പോകുന്ന കാരണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മൾ അന്നപൂർണയിലേക്ക് എത്തിയിട്ടോ. കുറച്ച് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് തെറ്റി, എസ്പെഷ്യലി ആ ബ്രിഡ്ജിൽ കയറിയപ്പോൾ. പക്ഷെ എത്തി നമ്മള്. മിനി ടിഫിൻ കഴിക്കാം. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, നല്ല ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എനിക്ക് പൊങ്കൽ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാ ഈ ഒരു മിനി ടിഫിനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവുമല്ലോ അതിൽ. അപ്പോൾ നോക്കിയപ്പോൾ സ്മാർട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടിഫിനായിട്ടുണ്ടായിരുന്നു കേട്ടോ. വില താരതമ്യേന കുറവാട്ടോ, 160 രൂപയാണ്. അപ്പോൾ അതിൽ ഇത് ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇത് കൂടാണ്ട് ഇനി എക്സ്ട്രാ വരുന്നതുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റിന് ഞാൻ പൊങ്കലാണ് കേട്ടോ കഴിച്ച. പൊങ്കൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ആകെ ഒഴിവാക്കിയത്, കഴിക്കാണ്ടിരുന്നത് വടയും അതേപോലെ ആ ഒരു സ്വീറ്റാണ്. വട എന്താണെന്നറിയില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ല. ഞാൻ അതിൽ ഖേദിക്കുന്നു. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൽ ആകെ വട മാത്രമേ ഉള്ളൂ. വട ഞാൻ തീരെ കഴിക്കില്ല. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത പ്ലം കേക്കാണ്. അത് രണ്ടും വെച്ചും ബാക്കി ഈ ലോകത്തുള്ള എന്തും ഞാൻ കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ്സ് മേടിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും സ്വീറ്റ്സ് വേണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഡബ്ബ അങ്ങ് പാക്ക് ചെയ്തെടുത്തു. മനസ്സും ദോശയുടെ തന്നെയാണോ എന്റെ മുഖത്തിന്? എന്റെ മുഖം ഭയങ്കരമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ കോമ്പാക്ട് പൗഡർ ഒന്നും കൊണ്ടുവന്നില്ല. ആകെ ഒരു ലിപ്സ്റ്റിക്കും ബ്ലഷും മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്തിറങ്ങാൻ പറ്റിയില്ല. സാഡായിപ്പോയി. സ്വീറ്റ് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ് എന്നോടുള്ള കമ്മിറ്റ്മെന്റ്സ്. ഇനി എന്റെ സാരി മാത്രം, ഫുൾ കോൺസെൻട്രേഷൻ സാരി. പക്ഷെ എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ ഏത് കളർ കോമ്പിനേഷൻ വേണം, ഏത് മെറ്റീരിയൽ വേണം. സിൽക്ക്, സോഫ്റ്റ് സിൽക്ക് വേണമെന്നാണ്. എനിക്ക് ബനാറസിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ബനാറസി സിൽക്കിനെക്കാട്ടിലും നല്ല കാഞ്ചീപുരം സിൽക്ക് അതൊക്കെ ആയിരിക്കില്ലേ കൂടുതലും നന്നാവാം. അപ്പൊ ഞാൻ വിചാരിക്കണേ ആദ്യം അത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബനാറസി മതിയാവും. നമുക്ക് ഫസ്റ്റ് ഇവിടെ മഹാവീർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട്, വലിയ കടയാണ്. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം, എന്നിട്ട് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് 1-2 മേടിച്ചിട്ട് പിന്നെ അടുത്ത കടയിൽ, അങ്ങനെ ഞാൻ 3 കട നോക്കി വെച്ചു. മുകളിൽ കിടക്കണതാണ് കേട്ടോ നമ്മുടെ കാറ്. അതിന് താഴേക്ക് എത്തണം. ഇവരുടെയൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ ഇറക്കണം അല്ലേ? അതാ വരുന്നുണ്ടോ? ഞാൻ വിചാരിക്കണ സോഫ്റ്റ് സിൽക്ക് സാരീസ്, അതേപോലെ തന്നെ പ്യോർ സെറി നല്ല വിലയായിരിക്കും. അപ്പോൾ നമുക്കൊരു സെമി പ്യോർ സെറി ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബനാറസി ഞാൻ നോക്കി, എനിക്ക് ഒട്ടും അത്രയും കൂടെ തൃപ്തിയായില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും വിചാരിച്ച രീതിയിൽ സെറ്റായില്ല. അപ്പോൾ അവിടെ നിന്ന് തത്തകുത്ത കളിക്കണ്ട വിചാരിച്ചു.
എനിക്ക് വേണ്ട പോലെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സാരികൾ ഇങ്ങനെ ഇത്രയധികം കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും താനും. ആ ഓക്കെ കേട്ടോ. അപ്പോ ഇത് ഞാൻ ഏകദേശം ഒരു ധാരണയിലേക്ക് ഇപ്പൊ പോകുന്നത്. എനിക്ക് 2 സാരി എന്റെ മനസ്സിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഒരെണ്ണങ്ങൾ പിടിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹായ്, എന്റെ കട ഇവിടുന്ന് കിട്ടുമായിരിക്കും. കിട്ടണം, അങ്ങനെയല്ലേ? അപ്പൊ കയറി ചെല്ലുമ്പോൾ തന്നെ ബ്രൈഡൽ സാരീസും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് വന്നു. ഞാൻ വിചാരിച്ചു വിലക്കുറവ് വെച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ടിഷ്യൂ ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഒട്ടും തൃപ്തി വന്നില്ല. ഭയങ്കര പട്ടപ്പെട്ട സാരികളാണ് കേട്ടോ. ടിഷ്യൂവിൻ്റെ 3000 രൂപയ്ക്കൊക്കെ ഉള്ളത്. സോഫ്റ്റ് ടിഷ്യൂ ഒന്നും ഇല്ല, ലൈക്ക് അങ്ങനത്തെ ടൈപ്പ് ഒന്നുമില്ല. സോഫ്റ്റ് സിൽക്കിൻ്റെ നോക്കിയപ്പോൾ ഇതെനിക്കിഷ്ടമായിട്ട്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമായതിനെക്കാട്ടും കൂടുതൽ ഏട്ടനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആൾക്ക് കണ്ടപ്പോൾ തന്നെ ഇത് അമ്മയ്ക്ക് വേണം, അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. എപ്പോഴും ഞാൻ തന്നെയാണ് ഷോപ്പ് ചെയ്യാറ്. ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞങ്ങൾ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പ് ചെയ്തത് ഫാമിലി ആയിട്ട്. അതിനുശേഷം ഇങ്ങനെ സാരി ഒരിക്കലും ഒരുമിച്ച് ഷോപ്പ് ചെയ്യാനുണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പുള്ളി പറഞ്ഞൊരു അഭിപ്രായം ഞാനത് മാനിച്ച് ആ സാരി എന്തായാലും അമ്മയ്ക്ക് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഇത്തിരി വില കൂടിയാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന 2 സാരി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് നോക്കി കുറച്ചെണ്ണം ട്രൈ ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് യുണീക്കായിട്ടുള്ള ഒരെണ്ണം വേണമെന്നുണ്ട്. അധികം ഗ്രാൻഡ് ആവണമെന്നില്ല, സാരി സിമ്പിൾ മതി, പക്ഷേ യൂണീക്കായിരിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ബോർഡർ ഒന്നുമില്ല. അപ്പോൾ അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ട. ബ്ലൂ ആൻഡ് പിങ്കിനെക്കാട്ടിലും അത് കുറച്ചിങ്ങനെ ഉദിച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഇങ്ങനത്തെ വേണ്ട എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പിന്നെ സാരി ഇങ്ങനെ വെച്ച് നോക്കണമെങ്കിലല്ല കേട്ടോ കാര്യം. അവസാനം നമ്മൾ ഉടുത്ത് അതിൻ്റെ രീതിയിൽ ആക്സസറൈസ് ചെയ്ത് സ്റ്റൈൽ ചെയ്തൊക്കെ വരുമ്പോഴാണ് വ്യത്യാസം വരിക. ഈ സാരി ഞാൻ ഉറപ്പിച്ചു, ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാരി ഞാൻ വിചാരിക്കുന്ന കാർത്തിക്കിൻ്റെ കല്യാണത്തിന് ഉടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഈ ഒരു പിങ്ക് ബ്ലൗസിൽ ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പകരം ഇതിൻ്റെ പല്ലു ഗ്രീൻ കൂടിയുണ്ട്. അപ്പം ഞാൻ ഗ്രീനാണ് ബ്ലൗസ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ യെല്ലോ സാരി കുറച്ച് യുണീക്കാണ് കേട്ടോ. അങ്ങനത്തെ സാരി അധികം അവിടെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു പിന്നെ അതെടുക്കാമെന്ന്. പിന്നെ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു 700 800 ആ ഒരു അറൗണ്ടുള്ള പ്രൈസിനുള്ളതാണ് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ സെമി സോഫ്റ്റ് സിൽക്കാണ്, വില കുറവുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ കുറേ ഇങ്ങനെ തപ്പണം കേട്ടോ. നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തേക്ക് ഒരു പട്ടുപാവാട മേടിക്കാൻ വിചാരിച്ചു. എനിക്ക് സിമ്പിളാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു പേസ്റ്റില്. ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഏട്ടനെന്തോ ഭയങ്കര നല്ല മൂഡിലായിരുന്നു. അപ്പോൾ എന്നിട്ട് ഫുൾ സജഷൻസ്, ഇമൂൻ ഇതെടുക്കാം അതെടുക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് അത്ര ഇതില്ല. എനിക്ക് കുറച്ചുകൂടി ഒരു സട്ടിൽ സംഗതികളാണ് ഇഷ്ടം. പക്ഷേ ഏട്ടന് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലൂ ലാവൻഡർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റ് ചിലതൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേസ്റ്റൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് പിങ്കാണ്. പക്ഷെ നോക്കുമ്പോൾ മറ്റേ ക്രീമിൻ്റെ ടോപ്പും പിങ്കാണ് വരുന്നത്. അപ്പോൾ 2ൻ്റെ ടോപ്പ് പിങ്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ വിചാരിച്ചിട്ട് അതിലൊരെണ്ണം മാറ്റി. ഞാൻ സെലക്ട് ചെയ്തത് മാറ്റി, അതാണ് സത്യം. പിന്നെ ഈ ശ്രീദേവി സിൽക്സിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഫാബ്രിക്കിൻ്റെ കട. എനിക്ക് എനിക്കങ്ങ് കണ്ടിട്ട് കൊതിയാവാന്ന് പറയില്ലേ. എനിക്കിങ്ങനെ തുണി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കുനുകുനിയ സാധനങ്ങൾ തുന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കോട്ടൻ്റെ വെസ്റ്റ് തുന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഞാൻ വീട്ടിലിടാൻ പാകത്തിന് അല്ലെങ്കിൽ ജസ്റ്റ് കാഷ്വലി പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഉടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ മേടിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 160 180 രൂപയുടെ ഒക്കെ നമുക്കിവിടെ ഒരു 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചുരിദാർ തുന്നാൻ വേണ്ടിയിട്ട് പാൻറ്റിനും ടോപ്പിനും വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ എടുത്തു. ഇതൊരു സ്വർഗ്ഗമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രീദേവിന്ന് എല്ലാ ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നു. ശ്രീദേവി സിൽക്സിലാണല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പൊ അവിടുത്തെ ചേച്ചി എന്നോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇല്ല, ഇത്ര സ്നേഹമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഇവിടെ ഒരാള് എന്റെ ഒപ്പം വന്നത് തന്നെ ഇവിടെ നിന്ന് ബിരിയാണി കഴിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ വേറെ വെജ് ഫുഡ് കഴിച്ച് ആളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഫ്രീ ലഞ്ച് ഉണ്ട്. ഉണ്ടല്ലേ, നമ്മളവിടെ അങ്ങനത്തെ സംവിധാനമൊക്കെ കൊണ്ടുവരണം. പക്ഷെ നമ്മളത് ഓപ്റ്റ് ചെയ്തില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു.
കോയമ്പത്തൂർ വരുന്നുണ്ടെങ്കിൽ ആ ശ്രീദേവി സിൽക്സിൽ ഒന്ന് കയറി നോക്കും, ബിരിയാണി കഴിക്കാൻ പോകും. നാഗാർജുന ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹോട്ടലത്തെ ബിരിയാണി അടിപൊളിയാണ്. നാഗാർജുന പറയുന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെയുണ്ട്. എന്ത് ബിരിയാണി കഴിക്കണേ? മട്ടൺ, ചിക്കൻ, മട്ടൺ ഫുൾ ബിരിയാണി എനിക്ക് ഹാഫ് തരുമെന്ന് ചോദിക്കട്ടെ. ഓ, മട്ടൺ സൂപ്പ് എത്തിയിട്ട് അങ്ങനെ സൂപ്പ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എരിവ് കൂടുതലായിരുന്നു കേട്ടോ. എൻ്റെ എരിവിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. എനിക്ക് കുറച്ച് എരിവ് കുറവുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും മട്ടൺ സൂപ്പിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ ഫുള്ള് കുടിച്ചു കേട്ടോ. നല്ല കുരുമുളകിൻ്റെ സ്വാദായിരുന്നു. പിന്നെ മട്ടൺ ബിരിയാണി അടിപൊളി. പിന്നൊരു നെഞ്ചും കൂട് കറി അങ്ങനെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണ്. പൊറോട്ടയുടെ ഒപ്പം അടിപൊളിയായിരുന്നു. പിന്നെ ഗോലി സോഡയും. ഓ അടിപൊളി ഫുഡ് കേട്ടോ. എനിക്ക് മട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് സെറ്റായി. ഇതും ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. ഫുഡ് രണ്ടും. ഹോട്ടൽ പേരെന്താ എനിക്കറിയില്ല, പറയൂ. കോവൈ കോവൈ അങ്കനൻ. ഇനി നമ്മള് സ്ട്രീറ്റിലൊന്ന് പോവാൻ വിചാരിച്ചിട്ടോ. എനിക്ക് കുപ്പിവെള്ളം വേണം. ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നടന്നില്ല. ഗുരുവായൂര് ഒരു കടയുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ടായിരുന്നു. അത് പോവാട്ടോ. മനസ്സിലായിച്ചേ. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ബാംഗിൾ സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ഇനി വഴി അത്ര അറിയാത്ത കാരണം പിന്നെ പാർക്കിംഗ് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ കാറ് അവിടെയുള്ള ഒരു മോളിൽ അങ്ങ് പാർക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു ബാംഗിൾ സ്ട്രീറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇതെന്തോ ജ്വല്ലറി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ വെച്ച് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. പക്ഷെ നോക്കിയപ്പോൾ ഉണ്ട് ഫുള്ള് ജ്വല്ലറി, മെയിനായിട്ട് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ജ്വല്ലറിയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുപ്പിവളകളുടെ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇമ്മക്കുട്ടിക്ക് എനിക്കും കുപ്പിവള മേടിച്ചു. ഇമ്മക്കുട്ടിക്ക് ഞാൻ ഏകദേശം ഒരു ഊഹത്തിൽ ഒരു അങ്ങ് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഗോപിപ്പൊട്ട് എനിക്കിപ്പോൾ നല്ല ഇഷ്ടം. ഒരു ഷോപ്പിംഗ്, അടിപൊളി ഫുഡ്, അവസാനിപ്പിക്കാൻ നമുക്കൊരു കോൾഡ് കോഫി ഉണ്ട് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാം. അപ്പൊ നമ്മള് എന്തായി പാലക്കാട് തിരിച്ചെത്തി. എങ്ങനെയുണ്ടായിരുന്നു ഇമ്മക്കുട്ടി? ഹെക്ടിക്നോ? എന്ത് ഇമ്മൂനോടെ ഹെക്ടിക് ആയിരുന്നു? ഇവിടെയല്ല, നമുക്ക് ഹെക്ടിക് ആയിരുന്നു. അപ്പൊ കുറച്ചധികം ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്ര അധികം സാരികൾ ഒരുമിച്ച് എടുക്കണേ. എന്റെ കല്യാണത്തിന് പോയി ഞാൻ ഇത്ര എടുത്തിട്ടില്ല. ഇതിന് പകുതി പൈസ പോലും ചെലവാക്കിയിട്ടില്ല സത്യം പറഞ്ഞല്ലോ. പക്ഷെ ഇത് ഒരു ആഗ്രഹത്തിന്റെ പുറത്തും പിന്നെ കുറച്ചധികം ഫംഗ്ഷൻസിനുള്ളത് ഒരുമിച്ച് എടുത്തു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് എബിന്ന് തുടങ്ങാം. ഇതുണ്ടല്ലോ നമ്മള് ഇത് നമ്മൾ കട്ട് പീസസ് എടുക്കില്ലേ, അതെനിക്ക് നല്ല ലാഭമായിട്ട് ഫീൽ ചെയ്തു. കാരണം മീറ്റർ 100 രൂപ ആണ് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ മീറ്റർ 100 ഇതും അതെ. ഇത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഓരോ മീറ്റർ 100 രൂപ. അപ്പൊ ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് ഡീറ്റെയിൽ ആക്കി നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇതേപോലെ നൈറ്റിലൊക്കെ ആയിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ സാരികൾ ഉണ്ടല്ലോ, ഇത് വിലക്കുറവിന്റെ സാരികളാണ്. ഒരു 800 rupees ആ ഒരു രീതിയിലുള്ള സാരികളാണ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. സെമി സോഫ്റ്റ് സിൽക്ക് ആണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ ആണിത്. നല്ല പേർപ്പിളും റെഡും ആണിത്. പിന്നെ ഉള്ളതൊക്കെ ഇനി ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. കാരണം അമ്മയ്ക്കും അതേപോലെ തന്നെ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അടുത്ത ഒരു കളർ കോമ്പിനേഷൻ രസമായിട്ടുണ്ട് അല്ലേ. കുറച്ചൊരു മസ്റ്റേർഡ് യെല്ലോ ബ്രൗണും കൂടി മിക്സ് ആയി വരുന്ന ഷെയ്ഡാണ്. ഇത് കളർ അത്ര അറിയണ്ടാവില്ല ആയതുകൊണ്ട്. ഇനിയിപ്പോ ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ അത് കാണിക്കാൻ പറ്റുന്നല്ലോ, ഇവിടെ എപ്പോഴേ കാണിക്കുന്നത്. ഇത് ലാവൻഡർ, ബ്ലൂയിഷ് ലാവൻഡർ വിത്ത് ഗ്രീൻ പർപ്പിൾ വിത്ത് പിങ്ക്. ഇതിൽ ഒരു സാരി ഇമ്മൂന് പട്ടുപാവാട അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ് അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു ബ്ലൂ കേട്ടോ. ബ്ലൂവും അതേപോലെ തന്നെ ഒരു ഉള്ളിത്തോലിന്റെ കളറല്ലേ, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ അത് കഴിഞ്ഞു. ഈശ്വര
കൈ കഴിക്കണ്ട. ഓക്കെ, ഇതാണ് ആർക്കാ? അച്ഛമ്മയുടെ സാരിയാണ്. അച്ഛമ്മയ്ക്കുള്ള സാരിയാണ്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ മെയിൻ സെലക്ഷന്റെ ആളാരാന്നറിയോ? കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛമ്മയ്ക്ക് ഇത് കൊടുക്കാൻ വിചാരിച്ചു. നല്ലൊരു മജന്തയും അതേപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. നല്ല രസമുള്ള സാരിയാണ്. ഇത് വന്നിട്ട് സോഫ്റ്റ് സിൽക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് റേറ്റ് ഉണ്ട്. അറൗണ്ട് ഒരു 5000 rupees റേറ്റ് ഉണ്ട്. ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ്. ഇത് ഒന്നും കൂടി സോഫ്റ്റ് ആവും നമ്മളിങ്ങനെ കുറച്ചുകൂടി യൂസ് ചെയ്തിട്ട്. ഇതിന്റെ മെറ്റീരിയലിനാണ് ശരിക്കും പറഞ്ഞാൽ വില. ആ ഒരു ഫീല് അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതും ആ ഒരു റേറ്റ് അറൗണ്ട് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. ഇത് ഏട്ടന്റെ അനിയന്റെ ഭാര്യയ്ക്ക്, ഞങ്ങളുടെ സിസ്റ്ററിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവള് ഡോക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഫങ്ഷൻസിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഒട്ടും ഇങ്ങനെ കുളകുളാന്നുള്ള അങ്ങനെ നോക്കാണ്ട് അവർക്ക് കൂടുതൽ സിമ്പിളാണ് ഇഷ്ടം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ ആ രീതിക്ക് എടുത്തതാണ് കേട്ടോ. നല്ല ബ്ലൂ അതേപോലെ തന്നെ പർപ്പിൾ കോമ്പിനേഷനിൽ വരുന്നതാണ്. സിമ്പിൾ ആണ്, പക്ഷെ മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളി. നല്ല സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഇത് ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പട്ടുപാവാട 800 രൂപ കേട്ടോ. ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. ലാവെൻഡറും ബ്ലൂ. ഇതാണ് അച്ഛന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ? ഏട്ടന് ഇതല്ലേ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടും അച്ഛന്റെ സെലക്ഷൻ ആണ്. ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്തത് മാറ്റി കൊടുക്കാൻ വേണ്ടി ഓടിപ്പോയതാണ്. ഇത് നല്ല രസം. എനിക്ക് നല്ലൊരു സീ ബ്ലൂ ഷെയ്ഡും പിന്നെ പിങ്കും കൂടിയിട്ടാ വരുന്നത്. പക്ഷെ ഇതിൽ ഓൾറെഡി പിങ്ക് ടോപ്പാ. അപ്പൊ അതിലും പിങ്ക് വരുമ്പോ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇത് തുന്നി വരുമ്പോഴാണ് അറിയുള്ളൂ. ഇത് നല്ലതാണ്. ഇത് ലാഭമാണ്. ഇത് 800 രൂപയ്ക്കൊക്കെ 800 അല്ലെങ്കിൽ 900 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല പട്ടുപാവാടകൾ കിട്ടും കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അത് നല്ലതാണ്. അതെ, അടുത്തത് വന്നിട്ട് എന്റെ സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട സാരിയാ. ഇത് ഞാനൊരു ആക്ട്രസിന്റെ റെഫറൻസ് എടുത്ത് കൊണ്ടുപോയതാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് അപ്പൊ അവര് പറഞ്ഞത് നല്ല വിലയുണ്ട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിലക്കുറവില്ല. ഒരു 3000 രൂപയുടെ സാരി കുറേ തപ്പി. പക്ഷെ എനിക്ക് ആ മെറ്റീരിയൽ അങ്ങോട്ട് ഇഷ്ടാവണേയില്ല. ഞാൻ പിന്നെ കുറെ ആലോചിച്ച് തിരിച്ചു മറിച്ച് പിന്നെ ഞാനിങ്ങനെ ഏട്ടനോട് ഡിസ്കസ് ചെയ്തു എന്താണ് വേണ്ടത്. അപ്പൊ ആള് പറഞ്ഞു എടുക്കാം. അപ്പൊ നമുക്കതൊരു മോട്ടിവേഷൻ കൂടിയാണല്ലോ. അങ്ങനെ 12,000 സാരിയാണ്. കാണുമ്പോൾ ആ ഒരു പകിട്ടൊന്നും എന്തായാലും തോന്നില്ല. പക്ഷെ ആ ഒരു മെറ്റീരിയൽ അതിന്റെ ഒരു ഫീലും ഇതും അടിപൊളിയാണ്. എന്റെ കല്യാണ സാരിക്ക് വരെ ഇത്ര പൈസ ഉണ്ടായിരുന്നില്ല. അത് എന്റെ കല്യാണ സാരി 8000 രൂപയാണ്. 8000 രൂപയുടെ കല്യാണ സാരിയാണ് ഞാൻ കൊടുത്തത്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു 12,000. ഭാവന ആ സമയത്ത് പുളിമുട്ടിലിനെ മോഡൽ ചെയ്തിട്ടുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. ഒരു കളർ കോമ്പിനേഷൻ ഗ്രീനും റെഡിലും വരെ കുറച്ച് റെയർ ആയിരുന്നു അന്നത്തെ സമയത്ത്. അത് ഞാൻ പോയി പുളിമുട്ടിൽ പൈസ ചോദിച്ചതാണ്. പക്ഷെ 12,000 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 8,000 തന്നെ ഭയങ്കര വലിയ പൈസയായിരുന്നു കല്യാണത്തിന്. പിന്നെ അങ്ങനെ ഒട്ടും വില കൂടുതലുള്ള സാരീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ല 2 സാരി മേടിക്കണം എന്നുള്ളത്. ഇതാണ് ബ്ലൗസ് പീസ് പീച്ച്. പക്ഷെ ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മൾ വേറെ രീതിയിലായിരിക്കും ഇഷ്ടമായി. ഇത് ഈ 3 നല്ല പട്ടുപാവാട ടോപ്പ് തുന്നുക അല്ലെ. അപ്പൊ ഇത് വേറെ രീതിയിലായിരിക്കും നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കാം. പിന്നെ വന്നിട്ട് എനിക്കൊരു യെല്ലോ സാരി വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് സാരിയേക്കാളും കൂടുതൽ ഇതിന്റെ ഒരു യൂണീക്നെസ്. പല്ലു വന്നിട്ട് 2 കളർ കോമ്പിനേഷൻ. ആണോ? സെയിം ഏകദേശം സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഇത് യൂണീക്കാണ്. ഈ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. മേടിച്ചു, എനിക്ക് ഇഷ്ടമായി. ഞാൻ മേടിച്ചിട്ടില്ല, ഒന്നും പറയാല്ല. ഇതും ഞാൻ വേറൊരു രീതിയിൽ തുന്നാനാണ് വിചാരിക്കുന്നത്. ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. പക്ഷെ ഇത് വെച്ചിട്ടല്ല, വേറൊരു രീതിയിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ബ്ലൗസ് ഇതാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാനിത് ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കുന്ന ഒരു സാരി ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് അച്ഛമ്മയ്ക്ക് കൊടുക്കാം. മാവയെ കൊടുക്കണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് എടാ പിന്നെ എനിക്ക് മെയിൻ ആയിട്ടൊരു സാധനം കാണിക്കാനുണ്ട്.
കട്ട് ചെയ്തോളൂ കേട്ടോ. ഇത് വന്നിട്ട് കുപ്പിവളകളാണ്. ഈ കുപ്പിവളകൾക്ക് പ്രത്യേകത ഉണ്ട്. ഇതില് ഇങ്ങനെ ഒരു ബീഡ്സ് ഒക്കെ ഉണ്ട്. ചെറിയ രീതിയിലൊരു കട്ട് വർക്ക് പോലെയുള്ള ഒരു സാധനമില്ലേ, അതുണ്ട് കേട്ടോ. അപ്പൊ ഗോൾഡനും പേർപ്പിളും മേടിച്ചു. അതേപോലെ തന്നെ റെഡും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ കുട്ടി കുട്ടി വർക്ക് ഉണ്ട്. പിന്നെ കുഞ്ഞൂനും സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. കുഞ്ഞൂനും ഇങ്ങനെ പല കളറുള്ള കുപ്പിവളകളും അതേപോലെ തന്നെ എനിക്ക് ഇതുണ്ട്. ഇത് ഗോൾഡ്, മറൂൺ ആൻഡ് ഗ്രീൻ. ഇത് കറക്റ്റ് ആണോ ബേബി? ചെഞ്ഞു. ഇതെങ്ങനത്തെ ഗോപി പൊട്ടുകളുണ്ട്. കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഗോപി പൊട്ട് എവിടുന്നാ മേടിക്കാന്ന്. അത് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് എന്താ തോന്നുന്നു, മീഷോയിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പൂരപ്പറമ്പൊന്നും ഒക്കെ മേടിക്കാറില്ല. ഇത് വന്നിട്ട് അവിടെ കടയിലുണ്ടായിരുന്നു. അപ്പൊ പൊട്ടിന് 2-3 പാക്കറ്റ് കുത്തിയോടെ മേടിച്ചു. സാരി ഇപ്പൊ ഒന്ന് സെറ്റ് ചെയ്യണം. സാരി ഞാൻ തട്ടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ ഫംഗ്ഷന് മുമ്പ് ഞാൻ കാണിക്കാം. അപ്പൊ അത്രയിലൂടെ ഇങ്ങനെ ഹാപ്പി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഈ അടുത്തൊന്നും ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് ഇത്ര സന്തോഷം തോന്നിയില്ല. പക്ഷെ ഈ സാരി മേടിച്ച് എനിക്ക് ശരിക്കൊരു ആത്മസംതൃപ്തി ഫീൽ ചെയ്തു. ഏട്ടന് ഫീൽ ചെയ്തായിരുന്നു അത്? ഇത്രയും മേടിച്ചിട്ട് ഏട്ടനൊന്നും മേടിച്ചില്ല അല്ലേ? ഇല്ല ഏട്ടാ, ഞാൻ ഓർത്തായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു മേടിച്ചിട്ടാണ്. അപ്പൊ ഒന്ന് വേണ്ട, തൃശ്ശൂർ നോ കട്ട് ചെയ്തു പരസ്യം. ഓക്കെ, അപ്പൊ പോട്ടെ, കിടന്നുറങ്ങട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ കോയമ്പത്തൂർ നല്ലൊരു ഓപ്ഷനാണ്, എസ്പെഷ്യലി പാലക്കാടാണെങ്കിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നാട്ടിൽ നിന്ന് മേടിക്കണേക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി സാരീസ് ബാക്കി ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നില്ല ബാക്കി കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നുള്ളത്. പക്ഷെ സാരി അടിപൊളി. ആൻഡ് അത് മാത്രമല്ല, എനിക്ക് അവരുടെ കസ്റ്റമർ സർവീസ് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ വില കുറവുള്ളതാണ് മേടിക്കുന്നത് വെച്ചാലും സെയിം കൈൻഡ് ഓഫ് ഒരു റെസ്പെക്റ്റും സ്നേഹത്തോടും കൂടി തന്നെയാണ് അവര്. അവസാനം ചിരിച്ചോണ്ടൊരു തൊഴലുണ്ട്. അതെനിക്ക് ഭയങ്കര അതിശയായിട്ടോ. നമ്മുടെ അവിടെ എങ്ങനെ അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. അല്ല, നമുക്ക് ഭയങ്കര അല്ല അങ്ങനെയല്ല, അവര് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ജെനുവിനായിട്ടും സ്നേഹത്തോട് കൂടിയിട്ടാ തൊഴുത് തന്നെ. പക്ഷെ നമുക്ക് അങ്ങനെ ശീലമില്ലല്ലോ. അങ്ങനെ നമ്മള് ഇങ്ങനെ തൊഴുമ്പോ നമ്മൾ എന്താ ചെയ്യാൻ. മറ്റേ ഞാൻ തായ്ലൻഡിൽ പോയിട്ട് അവരിങ്ങനെ കപ്പൂക്കാന്ന് പറയുന്നിട്ട് താങ്ക് യു. അപ്പൊ ഞാൻ അതുപോലെ അങ്ങനെ. അപ്പൊ അതൊക്കെ എനിക്ക് കസ്റ്റമർ സർവീസ് ടോപ്പ് നോച്ച്, അടിപൊളിയായിട്ട്. സാരി അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് വില വ്യത്യാസം ഒന്നും പ്രതീക്ഷിച്ച് പോകരുത് കേട്ടോ. മേ ബി എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നാട്ടിലും ചിലപ്പോ ഈ വിലയ്ക്ക് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് കളക്ഷൻ വൈസ് കുറച്ചും കൂടി അധികമായിട്ട് തോന്നി. പക്ഷെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽ ഇത് വിലക്കുറവുണ്ട് കേട്ടോ, നല്ല വിലക്കുറവുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ മെറ്റീരിയലൊക്കെ ഒരു 150-160 റേറ്റിനൊക്കെയാണ് ഉള്ളത്. ഇങ്ങനെ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ അതൊക്കെ ഇവിടെ 100 രൂപ 90 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ മീറ്റർ കണക്കിന് കുറച്ചധികം മേടിക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അത്രയിലൂടെ നമ്മുടെ കോയമ്പത്തൂർ റിവ്യൂ. പിന്നെ ഫുഡ് ഏട്ടന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറായി. ബാക്കി സ്വീറ്റ്സ് മേടിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ പോട്ടെ, ബൈ കുഞ്ഞു. ബൈ പറ.